ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ അല്ലേ ഒരു ചെമ്പല്ലി പൊള്ളിച്ചത് അങ്ങ് കഴിച്ചേക്കാമെന്ന് കരുതി. അപ്പോൾ അതെ, ചെമ്പല്ലി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിനാദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുവാണ്. അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വച്ചു. ഒരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. കരിമീൻ പൊള്ളിച്ചത്, നെയ്മീൻ പൊള്ളിച്ചത്, അങ്ങനത്തെ മീനുകളൊക്കെ പൊള്ളിക്കുന്നതാണ് ഞാൻ കൂടുതലും കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും. ചെമ്പല്ലി പൊള്ളിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല, എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാരിനേഷനൊക്കെ കഴിഞ്ഞ മീനെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇത് ചതച്ച് വെച്ചതും കൂടെ ചേർത്ത് ചെറുള്ളി ഒരു 10-12 അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് മല്ലിപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ല മിക്സ് ചെയ്ത് കൊടുത്തു. കാശ്മീരി ചില്ലി പൗഡർ കൈവശമുള്ളവർക്ക് ഇതിൻ്റെ കൂടെ കാശ്മീരി ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്യാം. അപ്പം നല്ല കളർ വരും നമ്മുടെ മസാലയ്ക്ക്. എൻ്റെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഇല്ല, അതുകൊണ്ട് ഞാൻ സാദാ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു. എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് തക്കാളി അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഞാനതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ലാസ്റ്റ് നമ്മുടെ മസാല റെഡിയായി. അത് കഴിഞ്ഞ് നല്ലൊരു വാഴയില എടുത്തു. അതിനതെ വാട്ടിയെടുക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വാട്ടിയെടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ വാഴയിലയിലേക്ക് മസാല വെച്ചിട്ട് അതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മീൻ വെച്ച് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് വീണ്ടും മീനിൻ്റെ പുറത്ത് മസാല ഇട്ട് മസാല കൊണ്ട് മീനിനെ നന്നായിട്ട് ഫില്ല് ചെയ്ത് വെച്ചു. അപ്പോൾ മസാലയൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ വാഴയില നന്നായിട്ട് പൊതിഞ്ഞെടുത്തു. ഇതുപോലെയാണ് ഞാൻ പൊതിഞ്ഞത്. ഇങ്ങനെയാണോ പൊതിയേണ്ടതെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ഇങ്ങനെയാണ് പൊതിഞ്ഞെടുത്തത്. അതിനുശേഷം ഒരു വാഴനാര് വെച്ച് നന്നായിട്ട് കെട്ടി ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റായി. അതിനുശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വളരെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. അത് കഴിഞ്ഞ് നമ്മുടെ ഈ പൊതി അതിലേക്ക് വച്ചു. എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചു. 2 സൈഡും 10 മിനിറ്റോളം മറിച്ചിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-20 മിനിറ്റോളം ശരിക്കും പറഞ്ഞാൽ വേവിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞാൻ പൊതി അഴിച്ചു. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അതുപോലെ പൊതി അഴിച്ചപ്പോൾ വന്ന മണം എൻ്റെ സാറേ, ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു. ഭയങ്കര മണമായിരുന്നു. അതുപോലെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു മീൻ പൊള്ളിച്ചത് കഴിക്കുന്നത്. ഇത്രയും ടേസ്റ്റ് ആയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അടിപൊളിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.